നമ്മളുടെ ഡിവൈസിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ഡേറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നിലവിൽ നമ്മുടെ ഡിവൈസിൻ്റെ ഡേറ്റ ആക്സസ് ചെയ്യാനും ബാക്കപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഐക്ലൗഡും മറ്റൊന്ന് നമുക്ക് ഐട്യൂൺസ് ഉപയോഗിച്ചിട്ടാണ് സാധിക്കുന്നത്. ഐക്ലൗഡ് ഉപയോഗിച്ച് നമ്മുടെ ഡിവൈസിൻ്റെ ഡേറ്റ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ ഐട്യൂൺസ്, ഡിവൈസ് നമ്മുടെ ലാപ്പിലോ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്തുകൊണ്ട് ഐട്യൂൺസ് ഉപയോഗിച്ചും ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഐട്യൂൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവിലേക്കോ പെൻ ഡ്രൈവിലേക്കോ നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെയാണ് നമുക്ക് ടെനോഷയുടെ iCare ഫോൺ എന്ന് പറയുന്ന all-in-one ബാക്കപ്പ് ടൂൾ ആൻഡ് ഫയൽ മാനേജർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപകാരപ്പെടുന്നത്. ഇത് അവരുടെ വെബ്സൈറ്റാണ്. ഇതിൽ അതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് എക്സ്റ്റേണൽ ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ USB-യിലേക്ക് നമ്മുടെ ഫോണിൻ്റെ സകല ഡേറ്റയും ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും അതിൽ നിന്ന് സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് AI ബേസ്ഡ് ആയിട്ടുള്ള വാൾപേപ്പർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, ഡെവലപ്പർ മോഡ് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറേ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ. ഇത് ബോത്ത് വിൻഡോസിലും മാക്കിലും നമുക്ക് ആക്സസിബിൾ ആണ്. ഇതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ഹോം പേജിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ ഡിവൈസിൻ്റെ പ്രിവ്യൂ, അതിൽ നമ്മുടെ ഡിവൈസിൻ്റെ പേര് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാനേജ് ഓപ്ഷനിൽ ഫോട്ടോസും ആപ്സ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്വിക്ക് ആക്സസ് മെനു ഉണ്ട്. ഈ ഒരു ടാബിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ്, എക്സ്ട്രാ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എഡിറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള ഓപ്ഷൻസ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ സൈഡിൽ നമുക്ക് കാണാം മാനേജ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ ഫോട്ടോ ലൈബ്രറി, ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആപ്പിൾ മ്യൂസിക് ഓപ്ഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന മ്യൂസിക്കുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും, ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നുള്ളത് കോൺടാക്ട്സ്, മെസ്സേജസ്, ചാറ്റുകൾ കാണാനും ഒക്കെ സാധിക്കുന്നതാണ്. പിന്നുള്ളത് ആപ്സ് ആണ്. പിന്നെയുള്ളത് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ആണ്. നമുക്ക് ഇവിടുന്ന് തന്നെ ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും സാധിക്കും. ഇതിലാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷനിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഡ്രൈവിലേക്ക് നമുക്ക് ഫോണിൻ്റെ ഡേറ്റ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. അവിടുന്ന് തന്നെ നമുക്ക് റീസ്റ്റോർ ചെയ്യാനും സാധിക്കും. അതാണ് ഇതിൻ്റെ ഗുണം. അതോടൊപ്പം നമ്മളുടെ ഡിവൈസിൽ, അതായത് ലാപ്പിലോ കമ്പ്യൂട്ടറിലോ ഓൾറെഡി നമ്മളൊരു ബാക്കപ്പ് എടുത്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാക്കപ്പും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്ന ബാക്കപ്പ് അത് വ്യൂ ചെയ്യാനും സാധിക്കും. അതിനകത്ത് എന്തൊക്കെ ഡേറ്റാസ് ഉണ്ടെന്നുള്ളത് താഴെ വ്യൂ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജസ്, നോട്ട്, ഫോട്ടോസ്, ബുക്ക് മാർക്ക് അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് വ്യൂ ചെയ്യാനും സാധിക്കും. ഈവൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും അവസാനമുള്ളതാണ് മോർ ടൂൾ. മോർ ടൂൾസിൽ നമ്മൾ ക്വിക്ക് ആക്സസ് മെനു ആണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ഡെവലപ്പർ മോഡ് ഉണ്ട്, സിസ്റ്റം റിപ്പയർ ഓപ്ഷൻ ഉണ്ട്, സെറ്റ് വാൾപേപ്പർ, AI ജനറേറ്റഡ് വാൾപേപ്പർ നമുക്ക് ആക്സസ് ചെയ്യാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ആക്സസിബിൾ ആണ്. ഇതേ സെയിം ഓപ്ഷൻസ് തന്നെയാണ് ക്വിക്ക് ആക്സസ് ടാബിൽ നമുക്ക് വന്നേക്കുന്നത്. ആൻഡ് ഹോം പേജിൽ നമുക്ക് കാണാം ഈ ഒരു ഡിവൈസിൻ്റെ തൊട്ട് താഴെയായിട്ട് ടെസ്റ്റ് റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൻ്റെ സീരിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിവൈസിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒറിജിനൽ ക്യാമറയാണോ ലോജിക് ബോർഡാണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡിവൈസ് സ്റ്റോറേജ് ആണ്. ഡിവൈസിൻ്റെ കപ്പാസിറ്റിയും ഇപ്പോൾ എത്രത്തോളം ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്വിക്ക് ക്യാഷ് അല്ലെങ്കിൽ ക്വിക്ക് ക്ലീൻ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷസ്, ജങ്ക് ഫയൽസ്, ലോക്ക് ഫയൽസ് ഇതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഹോം പേജിൽ നമ്മുടെ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ഫോട്ടോസിലേക്ക് വരുമ്പോൾ നമുക്ക് ഫോട്ടോ ലൈബ്രറി ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ വീഡിയോസ്, ഫോട്ടോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇപ്പം ഞാനിവിടെ 2 ഇമേജസ് സെലക്ട് ചെയ്യുവാണ്. സോ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ഇമേജസ് എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി എക്സ്പോർട്ട് ചെയ്യാം. ഈ എക്സ്പോർട്ട് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് എക്സ്പോർട്ട് കണ്ടീഷൻസ് ഒക്കെ വരും. നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണം, ലൈവ് ഫോട്ടോസ്, വീഡിയോസ് ആണെങ്കിൽ എങ്ങനെ, അതോടൊപ്പം ലൊക്കേഷൻ എവിടെ വേണം നമ്മളിത് എക്സ്പോർട്ട് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇത് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുന്ന ഇമേജസും ഫോട്ടോസും ഒക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാനും സാധിക്കുന്നതാണ്. ഈ എക്സ്പോർട്ട് പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഫോട്ടോയും വീഡിയോയും ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ലൈബ്രറി ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. അവിടെയാണ് നമുക്ക് ഇമ്പോർട്ട് ഓപ്ഷൻ ഉള്ളത്. ഈ ഇമ്പോർട്ട് ഓപ്ഷനിൽ പോയിട്ട് ഫോൾഡർ ആണോ സെലക്ട് ചെയ്യേണ്ടത് അതോ ഫയൽ ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ 2 ഫയൽസ് ആണ്. ഓക്കെ, ഞാൻ ഈ 2 ഇമേജസ് ആണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഒരു ആപ്പിൻ്റെ സഹായത്തോടെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഇമ്പോർട്ട് എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ്ലി ഡിവൈസിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിപ്പോൾ നിങ്ങൾ iTunes വഴി ചെയ്താലും അങ്ങനെ തന്നെയാണ്. സോ ഏസ് കൊടുത്തു. സോ ഇമ്പോർട്ട് സക്സസ്ഫുൾ ആയി. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി ഫോട്ടോ ലൈബ്രറി, നമ്മുടെ ഇതിനകത്ത് ഫോട്ടോ ലൈബ്രറി ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ ആ 2 ഇമേജസും ഞാനിപ്പം ആഡ് ചെയ്ത ഇമേജസും നമ്മുടെ ഡിവൈസിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് തൊട്ട് താഴെയുള്ളതാണ് ക്വിക്ക് ആക്സസ്. സോ ക്വിക്ക് ആക്സസിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇവിടുന്ന് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ അതിൽ ഫസ്റ്റ് ഉള്ള ഓപ്ഷനാണ് ട്രാൻസ്ഫർ ടു ഡിവൈസ് ഫ്രം iTunes. അതായത് നമ്മുടെ iTunes ലൈബ്രറിയിലുള്ള മ്യൂസിക്,
TV ഷോസ്, പോഡ്കാസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. iCare ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് വാൾപേപ്പർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു വാൾപേപ്പറിൻ്റെ ഓപ്ഷനിൽ പോവുക. ഇവിടെ നമുക്ക് എന്ത് ഇമേജാണ് വേണ്ടതെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കാർ റേസിംഗ് എന്ന് പറയുന്നൊരു ടെക്സ്റ്റാണ് കൊടുത്തത്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ജനറേറ്റ് ചെയ്യുവാണ്. AI ജനറേറ്റ് ചെയ്ത ഇമേജ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിലും എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഓപ്ഷനാണ് ഡിവൈസ് ആക്സസിബിലിറ്റി കൺട്രോൾ. ഇപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ടച്ച് വർക്ക് ചെയ്യുന്നില്ല, മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം അസിസ്റ്റീവ് ടച്ച് ഞാൻ എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ അസിസ്റ്റീവ് ടച്ച് എനേബിളായി. ഇപ്പം ഇൻവേർട്ട് കളർ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഡിവൈസ് കളർ ഇൻവേർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ സൂം നമുക്ക് എനേബിൾ ചെയ്യണം. അതുപോലെ വോയിസ് ഓവർ വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം, അത് ഡിസേബിൾ ചെയ്യാം. ഇങ്ങനെയുള്ള കുറച്ച് ഉപകാരപ്പെടുന്ന ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും ഈസി ആയിട്ട് നമുക്കിത് ആക്സസ് ചെയ്യാം. പിന്നെ ഡെവലപ്പർ മോഡാണ്. സോ ഡെവലപ്പർ മോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് iCare ഫോൺ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതകൾ. നമുക്ക് വളരെ എളുപ്പത്തിലും കൺവീനിയൻ്റ് ആയിട്ടും ഈസി ആയിട്ടും നമ്മുടെ ഫോണിൻ്റെ ഡേറ്റ, എസ്പെഷ്യലി ഫോട്ടോസ്, വീഡിയോസ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റ് ഡേറ്റകൾ, അതിനാണ് നമ്മുടെ മാനേജ് ഓപ്ഷനിലുള്ള ഈ കാര്യങ്ങൾ, നമ്മുടെ മെസ്സേജസ്, കോൺടാക്ട്സ്, സകല കാര്യങ്ങളും നമുക്ക് ബാക്കപ്പ് ചെയ്യാനും പിന്നീട് റീസ്റ്റോർ ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക്. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഇത് ബോത്ത് വിൻഡോസിലും മാക്കിനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.